കേരളത്തിൽ നിന്ന് മെഡിക്കൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ മാലിന്യ കമ്പനി സൺ ഏജ് ഇക്കോസിസ്റ്റത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് ശുചിത്വ മിഷൻ. തിരുനെൽവേലിയിലെ ഗ്രാമങ്ങളിലെ തിരുവനന്തപുരത്തെ ആശുപത്രികളിലെ മാലിന്യം തള്ളിയത് വിവാദമായതിനെ തുടർന്ന് നീക്കം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. ശാലിനി ചേരുന്നുണ്ടോ വിവരങ്ങളുമായി? ശാലിനി, നമുക്കറിയാം വലിയ വിവാദമായിരുന്നു തിരുനെൽവേലിയിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയ സംഭവം. വിവാദമായതിനെ തുടർന്ന് അവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഈ മാലിന്യ കമ്പനി ഇപ്പോൾ കരിമ്പട്ടികയിൽ പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റു വിവരങ്ങളും കൂടി. തള്ളിയ സംഭവത്തിലാണ് ഇപ്പോൾ കരാർ കമ്പനിയെ 3 വർഷത്തേക്ക് കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത്. കരാർ ഏറ്റെടുത്ത സണ്ണേജ് കരാർ കമ്പനിയെയാണ് കരിമ്പട്ടികയിൽപ്പെടുത്തിയതായി ശുചിത്വ മിഷൻ അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ആശുപത്രികളിൽ നിന്നും ശേഖരിച്ച മാലിന്യം കഴിഞ്ഞ ദിവസമാണ് തിരുനെൽവേലിയിൽ തള്ളിയതായി കണ്ടെത്തിയത്. ഇത് വലിയ രീതിയിൽ വാർത്തയാവുകയും തമിഴ്നാട് സർക്കാർ അത് വലിയ രീതിയിലുള്ള അന്തർ സംസ്ഥാന പ്രശ്നമാക്കി ഉയർത്തുകയും ചെയ്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള നോഡൽ ഓഫീസായ ശുചിത്വ മിഷന്റെ കാരണം കാണിക്കുന്ന നോട്ടീസ് ഈ കമ്പനിക്ക് നൽകി. നോട്ടീസിന് കമ്പനി മറുപടി നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുനെൽവേലിയിലെ കൊണ്ടാനഗരം, പളവൂർ, കോടനല്ലൂർ, മേലത്തടിയൂർ ഗ്രാമങ്ങളിലാണ് കേരളത്തിൽ നിന്നുള്ള 10 കണക്കിന് ആശുപത്രി മാലിന്യം വലിച്ചെറിഞ്ഞത്. കണ്ടെത്താ ദൂരത്ത് ഈ മാലിന്യങ്ങൾ കൃഷിയിടങ്ങളിലാകെ പരന്ന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. പ്രധാനമായും തിരുവനന്തപുരത്തെ ആശുപത്രികളിൽ നിന്ന് ശേഖരിച്ച മാലിന്യമാണ് തിരുനെൽവേലിയിൽ തള്ളിയത് എന്നുള്ള കണ്ടെത്തലും ഉണ്ടായ സാഹചര്യം ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതിപ്പോൾ ഹരിത ട്രൈബ്യൂണലിന്റെ അന്ത്യശാസനം നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ശുചിത്വ മിഷൻ ഇപ്പോൾ ഈ കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വിവാദമായ സാഹചര്യത്തിൽ ഹരിത ട്രിബ്യൂണൽ അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് ഈ മാലിന്യം കേരളം പിന്നീട് നീക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ വിവാദമായ സംഭവത്തിൽ ഔദ്യോഗികമായി ശുചിത്വ മിഷൻ നടപടിയെടുത്തിരിക്കുകയാണ്. 3 വർഷത്തേക്കാണ് സണ്ണേജ് എന്ന് പറയുന്ന ഈ കരാർ കമ്പനിയെ അതിന്റെ കരിമ്പട്ടികയിൽ പെടുത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക തീരുമാനം വരുന്നത്. ദേവിക. ശരി ശാലിനി.